ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ പെണ്ണും ചെക്കനും പോയില്ലെങ്കിലേ എല്ലാത്തിനെയും പിടിച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നിടും. അല്ലെങ്കിൽ മാസാമാസം ഒരു തുക ഇങ്ങോട്ട് തരേണ്ടി വരും. അച്ഛനെയും അമ്മയും കൊണ്ട് ഒരു പരാതി കൊടുപ്പിച്ചാലുണ്ടല്ലോ. ഇത് ഒരമ്മായിയമ്മയുടെ ഔദാര്യമായിട്ട് കരുതണ്ട, ഒരമ്മയുടെ സ്നേഹമായിട്ട് കരുതിയാ മതി. അമ്മായിയമ്മയും മരുമോളും ഒന്ന് പോകുന്നുണ്ടോ? വെറുതെ മനുഷ്യനെ കരയിപ്പിക്കാതെ. മോളെ, ഇത് വിനുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ ഒരു ചെറിയ താലിയും ഒരു വളയും വാങ്ങാൻ പറയണം. ആ താലി ഈ മാലയിൽ കോർത്തിടണം. ഒരിക്കലും ഈ പൊന്നിന്റെ തിളക്കത്തിന് വിനുമോന്റെ മനസ്സിന്റെ തിളക്കം ഉണ്ടാവില്ല. അത് തങ്കവാ, തനി തങ്കം. അറിയാമേ, വിനുവേട്ടന്റെ മനസ്സ് എനിക്കറിയാം. മതി മതി, മീനാക്ഷി പോയി റെസ്റ്റ് എടുക്ക്. അമ്മ റൂമിലേക്ക് ചെന്നേ. ചേച്ചി, ഒരു സത്യം പറയട്ടെ, ചേച്ചിയോട് ഒരു കാര്യത്തിൽ എനിക്ക് അസൂയ. എന്നോട് അസൂയോ? എന്ത് കാര്യത്തിന്? ചേച്ചിക്ക് നല്ലൊരു അമ്മായിയമ്മ കിട്ടിയില്ലേ? ഓ, അതാണോ കാര്യം? എങ്കിൽ നിനക്ക് തെറ്റി. എനിക്ക് അമ്മായിയമ്മയല്ല ഉള്ളത്, അമ്മയാ. എനിക്ക് രണ്ടമ്മമാരാ ഉള്ളത്. ഒന്ന് ചന്ദ്രികാമ്മയും രണ്ട് ജഗദമ്മയും. എങ്കി സുത്രേശി വലിയ ജാടയൊന്നും കാണിക്കണ്ട. എനിക്കും ഈ രണ്ടമ്മമാര് തന്നെ ഉള്ളത്. ഓടി അവിടുന്ന്. എനിക്കൊന്നും കേക്കണ്ട. ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒരു മണ്ണാങ്കട്ടയും പറയണ്ട. സഹോദരിയാണെന്നൊരു വിചാരം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നീയോ പ്രകാശോ എന്നോട് ഇത് പറയത്തില്ലായിരുന്നോ? വസന്തേ, നീ അങ്ങനെ മാത്രം പറയരുത്. അവനാ നശിച്ച പെണ്ണിനെ കൊണ്ട് വീട്ടിൽ കയറി വന്നപ്പോഴാ ഞാനും ആ പെണ്ണിനെ കാണുന്നത്. എടാ പ്രകാശ, നിന്നെ എനിക്ക് പണ്ടേ അറിയാവുന്നതല്ലേ. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല. സത്യാടി വസന്തേ ഞാൻ ഈ പറയുന്നത്. ഇത് നമ്മുടെ അമ്മയും അച്ഛനും വിനുവും കൂടി ചേർന്നുള്ള കളിയാ. അവർക്ക് സ്വന്തം മക്കളെക്കാൾ കൂറ് പണ്ട് എവിടെന്നോ വന്ന് കയറിയ അനാഥച്ചക്കനോടാണല്ലോ. നിനക്കതറിയാവുന്ന കാര്യമാണല്ലോ. ചേച്ചി, ചേച്ചി ഈ സർബത്ത് ഒന്ന് കുടിച്ചേ, ശരീരം ഒന്ന് തണുക്കട്ടെ. വസന്തേ, ആ പെണ്ണിനെയും ചെക്കനെയും അവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ അച്ഛന്റെയും അമ്മയുടെ കയ്യിലുള്ളത് മുഴുവനും അവർ അടിച്ചോണ്ട് പോവേ. അതിന് അവരുടെ കയ്യിൽ എന്തോ കൂറപ്പേൻ ഇരിക്കുന്നിടത്ത് കൊടുക്കാൻ. അതാണ് നീ ആദ്യം മനസ്സിലാക്കേണ്ടത്. അമ്മയുടെ കയ്യിലെ കുറെ സ്വർണ്ണാഭരണങ്ങൾ ഇല്ലേ? അച്ഛന്റെ ഇൻഷുറൻസ് തുകയും ചിട്ടിയും പാട്ടും ഒക്കെ ആയിട്ട് മോശമല്ലാത്ത തുക അച്ഛന്റെ കയ്യിലുണ്ട്. സംഗതി നമ്മൾ കീരിയും ബാബുക തന്നെയാ. എന്നാലും ഞാൻ പറയാ, ഞങ്ങളെ പോലെയല്ല നീയെ. നിനക്കേ 2 പെൺമക്കളാ, അത് മറക്കണ്ട. അർഹതപ്പെട്ടവരുടെ കയ്യിൽ അത് കിട്ടാവൂ.
വിനുവിനെയും അവന്റെ പെണ്ണിനെയും അവിടെ നിന്ന് പറഞ്ഞു വിടാതെ ഇതൊന്നും നമുക്ക് ആർക്കും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായോ? ഓർത്തോ നീ? ഇതിലെന്തോ മണ്ണ് കടിക്കുന്നുണ്ടല്ലോടാ. എന്നാലും നല്ല മധുരമുണ്ട്. ഓനക്കാരം പറയുമ്പോ നിന്റെ ഒരു ചേച്ചിക്ക് ഏട്ടൻ പറഞ്ഞ എന്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാവുന്നില്ലേ? എന്നാലും നമ്മളെ വീട്ടിലൊരു മംഗളകാര്യം നടന്നിട്ട് അച്ഛനും അമ്മയോട് പറഞ്ഞില്ലല്ലോ. നിങ്ങളും പറഞ്ഞില്ല. ഞാനിത് എങ്ങനെ സഹിക്കട്ടെ കൃഷ്ണ? മംഗളകാര്യോ? ചേച്ചി എന്തൊക്കെയായി പറയുന്നേ? മംഗളകാര്യം പോലും അവൾക്കൊന്നും മനസ്സിലാവില്ല, നിനക്കൊന്നും മനസ്സിലാവില്ല. കാരണം നിങ്ങളാരും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഞാനല്ലേ അവിടെയുള്ളവരെയും വന്നു കയറിയവരെയൊക്കെ ചെലവ് കൊടുത്ത് തീറ്റിപ്പോറ്റുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വയസ്സായ അച്ഛനെ അമ്മയെ നോക്കുന്നതും കുടുംബത്തിന്റെ ചെലവുകൾ നോക്കുന്നതും ഒരു മകന്റെ മാത്രം ചുമതലയല്ല. എല്ലാവർക്കും ഉണ്ട് അതിന്റെ ഉത്തരവാദിത്തം. ആ പെണ്ണും ചെക്കനും പോയില്ലെങ്കിലേ എല്ലാത്തിനെയും പിടിച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നിടും. അല്ലെങ്കിൽ മാസാമാസം ഒരു തുക ഇങ്ങോട്ട് തരേണ്ടി വരും. അച്ഛനെയും അമ്മയും കൊണ്ട് ഒരു പരാതി കൊടുപ്പിച്ചാലുണ്ടല്ലോ, എന്നെ കൊണ്ടേ കടും കൈയൊന്നും ചെയ്യിപ്പിക്കല്ലേ. രണ്ടുപേരോടും കൂടിയാ ഈ പറയുന്നത്. ഇതാ വെള്ളത്തിന്റെ ബില്ല്. ഹലോ, ഞാൻ വരാം. ഞാൻ ഇന്ന് പെട്രോൾ അടിച്ചിട്ട് വരാം. ഓക്കെ, നീ ഇത് കഴിച്ചിട്ടേ ഇവിടെ നിൽക്ക്, ഞാൻ തിരിച്ചു വരാം. എന്നിട്ട് ഒരുമിച്ച് പോവാം. ഏയ്, നിന്നോടല്ലടാ പൊട്ടാ, ഞാൻ അവിടെ പറഞ്ഞതാ. മൂവ് ചെയ്യാം. ഓ, ഞാൻ വിചാരിച്ചു വേറെന്തോ പറയാൻ വന്നെയാണെന്ന്. നീ ഏതാടി വൃത്തികെട്ടവളെ? മാനത്തെ കൊട്ട